സ്വപ്നാസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവധിയും കൂടിയാണ്. നമുക്കിങ്ങനെ അവധിയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ മൗഗ്ലിക്കുട്ടൻ സിറ്റ് ഔട്ടിൽ നിന്നും കഴിഞ്ഞ് മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവന് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല, ആ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള അത്ര, ഇതിപ്പോൾ കഴുത്തിലൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ കയ്യിലൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ കറ്റാർവാഴയിൽ നിന്ന് തന്നെ നേരിട്ട് എടുക്കാവുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അലോവേര ജെല്ലാണ് വാങ്ങിയിരിക്കുന്നതാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കിയതൊന്നല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ കസ്തൂരി മഞ്ഞളൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ അലോവേര ജെല്ല് ഉപയോഗിച്ചല്ല ഞാൻ മിക്സ് ചെയ്യുന്നത്, ഇതും പ്ലസ് നമ്മളൊരു ലേശം തൈരും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ, അതുപോലെ തന്നെ അലോവേര ജെല്ല്, പിന്നെ ലേശം തൈരും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. വീട്ടമ്മമാരാണെങ്കിൽ പറയേ വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാറേ ഇല്ല കേട്ടോ. ഫുൾ ടൈം നമ്മൾ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ഒക്കെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവേ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നല്ല രീതിക്കൊക്കെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പം നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും നല്ല വാക്കും നല്ല ക്ഷമയോട് കൂടിയിട്ടുള്ള പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടായാലാണ് മറ്റുള്ളവർക്ക് സൗന്ദര്യമായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഘടകമൊന്നല്ല, എങ്കിലും നമുക്ക് അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കോൺഫിഡൻസ് കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് വീട്ടുകാർ തമ്മിൽ കൂടുമ്പോഴായാലും അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ആയാലും നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ഘടകം കൂടിയാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊത്തിരി നിറം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വെളുത്തിയിട്ട് പാറാനൊന്നുമല്ല, സാധാരണ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കുറച്ചേശ്ശെ നമുക്ക് നമ്മുടെ നിറം വർദ്ധിപ്പിക്കാം എന്നുള്ള ഓരോരോ ടിപ്സുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖത്ത് ഇതിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു സുഖമുണ്ട്, കാരണം വെച്ചാൽ അലോവേര ജെല്ലും കൂടി ചേർന്നപ്പോൾ തന്നെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞൾ ഇതിലിങ്ങനെ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണല്ലോ കസ്തൂരി മഞ്ഞളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നല്ല പോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു കസ്തൂരി മഞ്ഞളും പാലും കൂടി മിക്സ് ചെയ്തപ്പോൾ നമ്മൾ 10 മിനിറ്റാണ് ടൈം എടുത്തുള്ളൂ. പക്ഷേ ഇന്ന് അത് പോരാ കേട്ടോ. ഇന്ന് നമ്മൾ 20 മിനിറ്റ് സമയം നമുക്കിങ്ങനെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും, ഉണങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ സ്കിൻ ഡ്രൈ ആകുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് നല്ല കോൾഡ് വാട്ടറിൽ, നോർമൽ വാട്ടറിൽ തന്നെ നമുക്കിതിങ്ങനെ വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കവിളിൻ്റെ മുകൾ ഭാഗത്ത് കൈവച്ചാൽ പോലും ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഇഴുകിപ്പോരും കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുക തന്നെ വേണം. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.